നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇതുവരെ ഇല്ലാത്ത ഒരു പ്രശ്നം തന്നെയാണ് ഗൾഫ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. UAE-യിൽ പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി. 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയ്ക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ട് എങ്കിലും ഇന്ന് വൈകിട്ട് പലയിടങ്ങളിലും വീണ്ടും നേരിയ തോതിലാണെങ്കിൽ പോലും മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചിട്ടുള്ളത്. UAE-യിലെ കാലാവസ്ഥ പൊതുവെ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും തെക്കൻ പ്രദേശങ്ങളിൽ കൂടുതൽ മേഘാവൃതമായിരിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. അബുദാബിയെയോ ദുബായിയോ ബാധിക്കാൻ സാധ്യത അത്ര തന്നെ കാണുന്നില്ല എങ്കിലും തെക്കൻ പ്രദേശങ്ങളിൽ ശനിയാഴ്ച വൈകിട്ട് മുതൽ നല്ല മഴ തന്നെ പെയ്യാൻ സാധ്യതയുണ്ട്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മഴയുടെ ലക്ഷണങ്ങൾ തന്നെയാണ് കാണുന്നത്. എങ്കിലും താരതമ്യേന മഴ കുറവായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാളും മഴ കുറച്ച് കുറവായിരിക്കും എന്നാണ് NCM പ്രവചനമുള്ളത്. വിൻഡി വെതർ ആപ്പ് 5 ദിവസത്തിനുള്ളിൽ കനത്ത മഴയുടെ സൂചനകളൊന്നും തന്നെ കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഞായറാഴ്ച മണിക്കൂറിൽ 45 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ പക്ഷേ സാധ്യതയുണ്ട്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് രാത്രിയിലും ഞായറാഴ്ച രാവിലെയും ചില തീരപ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട്. ഇത് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പുറപ്പെടുവിച്ച മുന്നറിയിപ്പാണ്. ആന്തരിക പ്രദേശങ്ങളിൽ പരമാവധി താപനില 41 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്നും പർവ്വതങ്ങളിൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പ്രവചിച്ചിട്ടുണ്ട്. അബുദാബിയിലും ദുബായിലും താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. എന്നാൽ രാജ്യത്ത് ഇടയ്ക്കിടെ തണുത്ത കാറ്റ് വീശുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAE കഴിഞ്ഞ 2 ആഴ്ചക്കാലം കനത്ത മഴയ്ക്കും കൊടുങ്കാറ്റിനും വെള്ളപ്പൊക്കത്തിനുമെല്ലാം സാക്ഷ്യം വഹിച്ചിരുന്നു. ഇതേസമയം നിലവിൽ ഈ അസ്ഥിരമായ കാലാവസ്ഥ കാരണം ചില സമയത്ത് വളരെ ചൂട് കൂടുതലായി കാണുന്നു. പക്ഷേ അതേസമയം തന്നെ തണുത്ത കാറ്റും മൂടൽ മഞ്ഞും മഴയും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇത്തരം അസ്ഥിരമായ കാലാവസ്ഥ ഏറെക്കുറെ അവസാനിച്ചതായാണ് രാജ്യത്തെ നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ UAE-യിലെ മഴയുടെ തീവ്രത കുറഞ്ഞിരുന്നു. വാരാന്ത്യത്തിൽ ഭേദപ്പെട്ട കാലാവസ്ഥയ്ക്കാണ് സാധ്യത എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നും നാളെയും കുറച്ച് മഴ പെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഏപ്രിൽ 16-ന് കനത്ത മഴയാണ് UAE-യിൽ പെയ്തത്. ഇതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വളരെ ചെറിയ മഴ പെയ്യുന്നത് പോലും ഇത്രയും അലർട്ടായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പല താഴ്ന്ന പ്രദേശങ്ങളിലും അന്ന് വെള്ളത്തിനടിയിലായിരുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വർക്ക് ഫ്രം ഹോമും ഓൺലൈൻ പഠനവുമെല്ലാമാണ് UAE-യിൽ ആരംഭിച്ചിരുന്നത്. ഇതെല്ലാം അടുത്ത കാലത്ത് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു സവിശേഷതയാണ്. ഇതിനു മുമ്പ് ഒരിക്കലും UAE-യിൽ ഇത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയെല്ലാം ചെയ്തിരുന്നു. 1 വർഷം പെയ്യേണ്ട മഴയാണ് ഏപ്രിൽ 16-ന് ശേഷം രാജ്യത്ത് പെയ്തത് എന്നാണ് കണക്ക്. ഇത് ബിസിനസ് പ്രവർത്തനങ്ങളെയും വളരെ അധികമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. 1949-ന് ശേഷമുള്ള ഏറ്റവും ശക്തമായ മഴ തന്നെയാണ് UAE-യിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥയിലെ ഈ മാറ്റം ബിസിനസ് പ്രവർത്തനങ്ങളെയും താറുമാറാക്കിയിട്ടുണ്ട്. കനത്ത മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും പശ്ചാത്തലത്തിൽ പുതിയ ബിസിനസ് നേട്ടങ്ങളിൽ കുത്തനെയുള്ള മാന്ദ്യം തന്നെയാണ് കാണുന്നത് എന്നാണ് പുതിയ സർവേകൾ സൂചിപ്പിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥാ തടസ്സങ്ങൾ ബിസിനസിനെയും ഉപഭോക്തൃ ചെലവിനെയും ബാധിച്ചതിനാൽ ദുബായിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ വിൽപ്പനയുടെ വേഗതയിൽ നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏപ്രിൽ 16-ന് പെയ്ത ശക്തമായ മഴയിൽ റോഡുകളും കെട്ടിടങ്ങളുമെല്ലാം വെള്ളത്തിനിടയിലായിരുന്നു. ഇതോടെ പല റോഡുകളിലെയും ഗതാഗത സേവനങ്ങൾ സ്തംഭിച്ചിരുന്നു. ഇത് നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ സാമ്പത്തിക വ്യവസ്ഥയെയും വളരെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൂട്ടൽ. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.